ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണെന്നറിയാമോ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ആന വന്നു. അപ്പോൾ ആന വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ച് കൈ കഴുകി അകത്ത് കയറി. അപ്പോൾ കണ്ണൻ എന്ത് ചെയ്ത് കൈയെല്ലാം കഴുകിയിട്ട് മൂത്രം ഒഴിക്കാനായിട്ട് പതിയെ അവിടെ നിന്നത് രണ്ടെണ്ണം പടയപ്പ ആന വന്ന് എന്ത് ചെയ്ത് കൊമ്പ് കണ്ട് അങ്ങനെ കണ്ണൻ ഓടി വന്ന് ഞാനൊക്കെ കടക്കാൻ പോയതാണ്. അങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ആന അങ്ങ് നടന്നു പോയി. ആ കാണുന്ന വണ്ടിയല്ല, ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്. ആളുകളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. വെടി പൊട്ടിച്ച് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇങ്ങനെ ആന വരുന്നു ഇറങ്ങുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇത് ഞങ്ങൾ റിയലായിട്ട് എന്ത് ചെയ്തു, ഞങ്ങളത് കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ടോ ഞങ്ങളിവിടെ താമസിക്കുന്നതിൻ്റെ അതിലൊരു വഴിയുണ്ട്. അപ്പോൾ അവിടുന്ന് ഇതുങ്ങൾ നടന്ന് തിന്ന് പോയി. അപ്പോഴത്തേക്ക് ഫോറസ്റ്റിന് അറിവ് കിട്ടി. ഫോറസ്റ്റ് എന്ത് ചെയ്ത് എല്ലാവരും കൂടെ വന്ന് ഇപ്പോൾ ഇങ്ങനെ ഫോറസ്റ്റ് അതിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനേനെ തിരഞ്ഞുകൊണ്ടിരുന്ന് വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അതിനെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിടാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരെല്ലാം അവിടെ നിൽക്കുകയാണ്. അതിനുള്ളിലെല്ലാം വട്ട ഇറങ്ങിയിട്ടുണ്ട് ഫോറസ്റ്റുകാർ. അപ്പം നമ്മളിവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തരണമെന്നൊക്കെ വീഡിയോ എടുത്ത് തരണമെന്ന് വിചാരിച്ചപ്പോഴത്തേനും അവർ നമ്മളെ സമ്മതിപ്പിക്കത്തില്ല. അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിപ്പിക്കില്ല. വെടി പൊട്ടുന്ന ഒച്ച കേട്ടോ, വെടി പൊട്ടുന്ന ഒച്ച കേട്ടോ. അവിടുന്ന് വെടി തിരിച്ച് ഇനി ഇതിലെ പാസ് ചെയ്യും. നിൽക്കുന്നുണ്ട്. പക്ഷെ അവര് ശല്യം ഒന്നും ചെയ്യത്തില്ല. കാരണം അവരെ ശല്യം ചെയ്യത്തുള്ളൂ. പക്ഷെ പതിയാണ് വലിയതാണ് കേട്ടോ പടയ. അതായത് അവിടെ ഇത് കണ്ട, അത് ഫോറസ്റ്റിന്റെ വണ്ടിയാണ്. അതുങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കുന്നുണ്ട്. വെടി പൊട്ടിച്ചിട്ടാണ് ഓടിക്കണത്. ഇതെന്ന് പറഞ്ഞാൽ തോട്ടമാണ്. ഈ കരിമ്പ്, ചോളം, പിന്നെ നെല്ല്, അങ്ങനെയുള്ള വാഴ, അങ്ങനെയുള്ള ഒരുപാട് പച്ചക്കറി, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. അപ്പോൾ അത് തോട്ടമാണ്. ആ കാണുന്നതണ്ട കേട്ടോ, ലൈറ്റ് തന്നെ ഉണ്ട്. ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്. അതുങ്ങൾ അവിടെ നിന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ തോട്ടത്തിൻ്റെ ഇത് അരിച്ചോളത്തിൻ്റെ തോട്ടമാണ്. ഇത് അരിച്ചോളമാണ്. അത് അപ്പുറത്ത് വാഴയുണ്ട്, കരിമ്പും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്കും ഒരാളുടെ തോട്ടം തന്നെയാണ്. 500 ഏക്കറുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ സംഭവം കയറിയേക്കണത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യണ ഈ ആന കാണാൻ. എൻ്റെ കിളി പോയി. ഞാൻ ജീവിതത്തിൽ ഇത്രയും അടുത്ത് പടയപ്പനെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ തൊട്ട് മറ്റേ പടയപ്പ, എൻ്റെ കിളി പോയി. ഞങ്ങളെ താമസിക്കുന്നതിൻ്റെ തൊട്ട് പറ്റേ അതായത് സത്യം പറയല്ലേ, മൂത്രം ഒഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഉണ്ടല്ല ചക്കു ഭക്ഷണമെല്ലാം കഴിച്ച് ഭക്ഷണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താണ്, ഞാനാണെങ്കിൽ ഇരുന്ന് നിലത്തിരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ, കൈയെല്ലാം കഴുകി കടക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ കണ്ണൻ കയറി ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി മൂത്രമൊഴിക്കാൻ വേണ്ടി അങ്ങാണ്ട് ഇവിടെ നിന്നതാണ്. ചെരുപ്പിട്ടിട്ട് ഫ്രണ്ടിൽ കൂടെ കാണാൻ വേണ്ടി മൂത്രമൊഴിച്ചിട്ട് കയറി വരാൻ വേണ്ടി ഇവിടെ നിന്നതാണ്. അപ്പോഴാണ് കണ്ണൻ മൂത്രമൊഴിക്കാൻ നോക്കിയത് ആനയുടെ മുഖത്തോട്ട്. റിയലായിട്ട് പിന്നെ ഞങ്ങളെല്ലാം വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം വെളിയിൽ ഇറങ്ങി. അപ്പോഴത്തേനും ഇത് അങ്ങ് പോകുന്ന ഞങ്ങൾ കണ്ട്. നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഫോറസ്റ്റുകാരിതേ പോണ കണ്ട, അവരങ്ങാട് പോണേട്ടാ. അതിൻ്റെ ഉള്ളിൽ ഇപ്പുറത്തും ആൾക്കാർ നിൽപ്പല്ലേ കണ്ട. അവരങ്ങാട് നടന്നു. ഭയങ്കര നമ്മൾ ഈ സിനിമയിലൊക്കെ, ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെയാണ് നമ്മൾ റിയൽ ലൈഫ്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത്, അതും പടയപ്പനെ ഞാൻ കണ്ടത്. തൊട്ടു പറ്റേ എൻ്റെ ഫ്രണ്ടിൽ പടയപ്പനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാണ്ടല്ല. അതെന്റെ ഭാഗ്യമാണ്. കണ്ണനെന്ന് പറഞ്ഞാൽ ഇച്ചിരി പേടിയുള്ള ആളാണ്. കണ്ണന് മൂത്രമൊഴിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ എപ്പോഴും നമ്മളൊക്കെ അടുത്ത് നിന്നിട്ടാണ് കണ്ണൻ മൂത്രമൊഴിക്കാനൊക്കെ പോണത്. പക്ഷേ കണ്ണന് ശരിക്കും ധൈര്യം കിട്ടി. പക്ഷെ കണ്ണന് ഭയങ്കര പേടിയുള്ളതാണ്. അപ്പം കണ്ണൻ ഇങ്ങനെ പറയുമ്പോഴും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഞാനൊക്കെ ഇറങ്ങി നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും ആന നടന്നു പോണതാണ് ഞാൻ കണ്ടത്. നടന്ന് റിയൽ പോണുണ്ട്. അതെ, അവര് കണ്ട ആന വരുന്നുണ്ട് കേട്ടാ.
ആണ്ട് അവരിങ്ങോട്ട് പാസ് ചെയ്തേ. ആന അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. അവർ ഇൻഫോർമേഷൻ ചെയ്യുന്നുണ്ട്. കണ്ട വണ്ടി ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്. കണ്ട ഓടിക്ക കണ്ട വെടി പൊട്ടണ കണ്ട. വെടി പൊട്ടിച്ച് ഓടിക്കണേണ് അതിനിങ്ങാട്. തോട്ടത്തിൽ നിന്ന് ഓടിക്കണേണ്. കണ്ട കണ്ട ഞാനിഞ്ഞേ ചക്കു ഞാനൊന്ന് ആ ഫ്രണ്ടിലേക്കൊന്ന് ചെന്നൊന്ന് ഫയർ നോക്കട്ടെ. പക്ഷെ ഭയങ്കര സൈലന്റ് ആണ് പടയപ്പ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ശാന്തനാണ്. ആൾക്ക് ഭക്ഷണപ്രിയനാണ്. കാരണം ഞാനും അദ്ദേഹം കൂടി കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നത് ഭക്ഷണം ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ. പടയപ്പ വന്ന സ്ഥലവും ഞാൻ നിന്ന സ്ഥലവും. ചക്കുവിനെ കാണാൻ ഭാഗ്യമുണ്ടായി. അതായത് നമ്മൾ അവരെ ശല്യം ചെയ്താൽ മാത്രമേ നമ്മള് ശല്യം ചെയ്തു. പക്ഷെ വളരെ സമാധാനത്തിലാണ് നടന്നു പോയത്. എന്തൊരു ശാന്തതാണല്ലവൻ. എന്തൊരു ഭംഗി എന്നാണ്. നല്ല നല്ല കണ്ട് ഞാൻ കണ്ടു. നല്ല വൃത്തിയുണ്ട്. കുളിക്കുമെന്ന് തോന്നില്ലേ? പിന്നെ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഫ്രഷാണ്. ഇവർ തന്നെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും. ഇതുണ്ടല്ലോ ഈ അരുവികളില്. ഭക്ഷണപ്രിയനാണ്. ഭക്ഷണം നന്നായിട്ട് കഴിക്കും. ഇതാണ് കണ്ട സൂം ചെയ്യണേ. കാണിച്ചു തരാട്ടാ. ആള് അങ്ങോട്ടേക്ക് പാസ് ചെയ്തു. കണ്ട കണ്ട ആള് പോണ കണ്ട. പോണ കണ്ട കണ്ട പോണന്നെ. കണ്ട ഓടിക്കണേന്ന് അതിനെ. അതാണ് പടയപ്പ. ഇതാണ് പടയപ്പ. കണ്ട എന്റെ മുന്നിൽ ഇന്ന ആള്. അതാണ് പടയപ്പ. അതിന്റെ ഉള്ളിലേക്ക് പോയി. കണ്ട കാണാൻ പറ്റും. ആള് പോയി. വെട്ടത്തെത്തി. അതായത് അതിലേ ഇറങ്ങിയൊരു കണ്ട. ഈ പിള്ളേരെ കണ്ട ഫോറസ്റ്റിന്റെ വണ്ടി പോണ പടക്കം എറിഞ്ഞെറിഞ്ഞ് വിടുകയാണ് കേട്ടോ. ആനയെ ഓടിക്കുന്ന രംഗങ്ങളാണിത്. വിടുവാണ് ആനേനെ. അതിൻ്റെ ഉള്ളിൽ കയറി ആനേനെ പടക്കം എറിഞ്ഞ് പുറത്ത് കൊണ്ടുവരും. ഇനി കാട്ടിലോട്ട് വിടാൻ വേണ്ടി. കാട്ടിലേക്ക് പോകാൻ ഇനി ചിലപ്പോൾ അതിലെ പാസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചത്. ഇവിടെ ഉണ്ടല്ലോ വഴിവിളക്കൊന്നും അധികം ഇല്ല. ഞങ്ങൾ തന്നെ സോളാർ വെട്ടത്തിലാണ് ചെയ്യുന്നത്. ഇതെല്ലാം സോളാറിന്റെ വെട്ടമാണ്. അത്യാവശ്യത്തിന് മാത്രം വർക്ക് ചെയ്യുള്ളൂ. കണ്ട അപ്പൊ നിങ്ങൾ ചോദിക്കും ദേവലോകം എന്തിനാ കാട്ടിൽ പോയി കിടക്കുന്നത്? ഞങ്ങൾ കാട്ടിലെങ്കിലും കിടന്നോട്ടെ എന്റെ ദൈവങ്ങളെ. അല്ല ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ വന്നതുകൊണ്ടാണ് റിയൽ കാണാൻ. എന്നും ഇങ്ങനെ കണ്ണനൊക്കെ പന്നിയൊക്കെ വരും ഇതില് രാത്രി. പന്നി ഡെയിലി വരും. പക്ഷെ ആന ഇന്നാണ് വന്നേട്ടാ. അല്ല എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും പറയും ആന കാണാന്ന് പറയും. പക്ഷെ ഇന്ന് ലൈവ് എൻ്റെ മുന്നില് പടയപ്പ വന്ന്. ഇത് റോഡാണ്. കാട്ടിന്നുള്ള റോഡാണ്. ആ റോട്ടിൽ കൂടി അതുങ്ങ മൂന്ന് പേരാണ്. 3 കൊമ്പന അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. ഓടിച്ചല്ലേ. അല്ല വീടല്ല ക്രിങ്ങാടൊക്കെ 1-2 വീടുകളുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ. മൊത്തത്തില് അരിക്കൊമ്പനെയൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. അതെ ഞാനതല്ല. ഞാൻ സാധാരണ കണ്ണൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. നമ്മൾ എന്തിനു പുറത്തിറങ്ങിയാലും കണ്ണന്റെ കൂടെ ഞാൻ പോണം. എപ്പോഴും ഞാൻ കണ്ണനെ വഴക്ക് പറയും. അത് പണ്ട് മുതലേ ഈ അമ്മയെ അമ്മുമ്മയൊക്കെ ഇങ്ങനെ പേടിപ്പിച്ച് കിടത്തി ഉറക്കുമല്ലോ. പക്ഷെ കണ്ണന്റെ പേടി ഇന്ന് എന്ത് ചെയ്തു? പേടി മാറി. കണ്ണന് ഭയങ്കര ഒരു. എനിക്ക് പടയപ്പനെ കണ്ടപ്പോ ഞാനും പടയപ്പ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവൻ എന്നെ വളരെ കെയറാണ്ടായത്. ഇനി ഞാനിവിടെ ഇറങ്ങി നിക്കും ഇവനെ കാണാൻ. പക്ഷെ അവൻ ഭയങ്കര കെയറാണ്ടാ നമ്മളാ മനുഷ്യരാ. അത് ഞാൻ ഇന്ന് മനസ്സിലാക്കിയത്. അണ്ണേ പന്നിക്കൂട്ടം ബാ
കേറ് 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 കുത്തുവത്. പന്നി വന്നു. പോയി പോയി പോയി. പോയാ പന്നി വന്നു പോയെന്നെ. അണ്ണ ഈ ടോർച്ചെന്നെ കുത്തിയിട്ടിരിക്കും. ഇവിടെ ഒരാള് കണ്ട വീതിയൊക്കെ വലിച്ച് പേടിച്ച് വിറച്ച് ചെലവണ്ണ മോന്ത കാണാൻ പറ്റല്ല. ചെലവണ്ണ പുറത്തിറങ്ങൂല. ഞാൻ ചെലവണ്ണ വെളിയിലിറങ്ങൂല. പന്നി വന്നണ്ടേ? പന്നി കണ്ട വന്ന് നമ്മളെ കണ്ടപ്പോ ഓടി. കറുത്തത് കാട്ടുപന്നി വന്നിട്ട് പോയി. പക്ഷെ ഇരുട്ടായത് കൊണ്ടിട്ടാണ്ട കാണാൻ പറ്റാത്ത. വരും അത്. അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അല്ലേ ഫോറസ്റ്റിന്റെ വണ്ടി. കണ്ടോ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ നാഷണൽ ജോഗ്രഫിയിലൊക്കെ കാണുന്ന ഒരു ഫീലാണ് കേട്ടോ. ആഫ്രിക്കയിലൊക്കെ കത്രിയാൻ എന്ന് പറഞ്ഞ ഒരു ആന എലിഫന്റ് ഉണ്ട് ആഫ്രിക്കയില്. കത്രിയാൻ അവൻ പടയപ്പനയിലും ഹെവിയാണ്. ഇത് കണ്ട ഫോറസ്റ്റിന്റെ വണ്ടി അങ്ങാട് പോണ കണ്ട. ഫോറസ്റ്റുകാർ അങ്ങാട് പോണേണ് കണ്ട. അപ്പുറത്തെ നമ്മളെ ആ ഏരിയയിലുള്ള ആ വീട്ടിന്റെ തോട്ടമില്ല അവരുടെ അല്ലേ, അങ്ങടേക്ക് പാസ് ചെയ്യണേന്ന്. എന്താ വഴി കാടാ? നല്ല തണുപ്പാ, ഭയങ്കര കാറ്റാ. രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, തണുക്കും നമുക്ക്. അപ്പൊ ഇനി ഒരുപാട് നേരം ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ ആനെ ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഫോറസ്റ്റ്. അവരവിടെ വന്ന് അവരവിടെ കിടക്കണേ. ഇനിയിപ്പോ ആന എങ്ങോട്ട് ഇത് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യണേ. അതിലെ വഴിയില്ല. അതിലെ വഴിയില്ല. അണ്ണ അതിലെ വഴിയില്ല. ഇതിലേ പാസ് ചെയ്യുള്ളൂ. തിരിച്ചു വരുമെന്നാ പറയുന്നത്. അപ്പൊ എന്താന്ന് അറിയത്തില്ല. എന്തായാലും നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതെ, വരുമോ? ഇതിലേ വരും. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വരുമ്പോ ഷോർട്ട് ഇടാം. ശരി, താങ്ക് യു. ശരി.